ഹലോ നമസ്കാരം, ഭാവന ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എഗ് ആൻഡ് സ്പിനാച്ച് റാപ്പാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കിടിലൻ ഡിഷാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. എപ്പോഴും പറയണ പോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്തായാലും റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെക്കുക, ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. നന്നായി വഴറ്റി വരുന്നവരെയും വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോസ് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻസ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സവാളയ്ക്കും ടൊമാറ്റോയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നോക്കൂ, ഈ ഒരു പരുവത്തിന് വാങ്ങി വയ്ക്കാം. കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധാരണ ചീരയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിനാച്ച് യൂസ് ചെയ്യാം. ഇത് ഓരോരോ ഇതളായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. തണ്ടെടുക്കരുത്, ലീഫ് മാത്രം എടുക്കുക. എന്നിട്ട് ആ ലീവ്സ് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക, ഇതേപോലെ. ഇനി ഒരു പാൻ എടുക്കുക. അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചീര എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 എഗ്ഗ് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിനകത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെറുതെ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഇളക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഒരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ലീവ്സ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു ദോശയുടെ മാവിൻ്റെ പരുവത്തിന് നമ്മളിത് മിക്സാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യലെങ്കിൽ കട്ട കിട്ടും. അപ്പോൾ ഒരു വലിയ ഗ്ലാസ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പാൻ വയ്ക്കുക. അതിൽ ഓയിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ കലക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ മിശ്രിതം ഒരു വലിയ സ്പൂൺ എടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒനിയനും ടൊമാറ്റോയും കൂടിയുള്ള മിക്സ് ആദ്യമേ ഒരു ഭാഗത്തേക്കാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് ആൻഡ് സ്പിനാച്ച് ആ ഐറ്റം കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കേട്ടോ. പിന്നെ നമ്മുടെ മയോണൈസ്, ആ മയോണൈസും കൂടെ 1 ടേബിൾ സ്പൂൺ ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം റാപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുക. നോക്കൂ, നമ്മുടെ എഗ് ആൻഡ് സ്പിനാച്ച് റാപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതേപോലെ 3 എണ്ണത്തിൻ്റെ റെസിപ്പിയാണ്. 3 എണ്ണവും ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, നമ്മുടെ എഗ് ആൻഡ് സ്പിനാച്ച് റാപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇടയ്ക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്ന നല്ല കിടിലായിട്ടാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇനിയും നല്ല നല്ല വിഭവമായിട്ട് ഭാവന ടേബിളിലൂടെ കാണാം. താങ്ക്